നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 3. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് നമ്മുടെ തലച്ചോറും അതുപോലെ തന്നെ സ്പൈനൽ കോഡുമാണ്. CNS നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള നെർവസ് സിസ്റ്റം ആണ് പ്രവർത്തിക്കുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അതിൽ വരുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും ആണ് പെടുന്നത്. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കുറേ അധികം, അതായത് കുറേ ന്യൂറോൺസും ഒക്കെ ഉണ്ട്. ഈ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ സെല്ലുകളുണ്ട്. ഈ സെല്ലുകൾ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂറോഗ്ലിയ എന്നാണ്. ഗ്ലിയൽ സെൽസ് അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ എന്ന് വിളിക്കും. അതുപോലെ തന്നെ 2 ടൈപ്സ് ഓഫ് ലെയേഴ്സ് ഉണ്ട്. 2 ലെയേഴ്സ് കാണാം നമുക്ക്, വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ. അങ്ങനെ 2 തരത്തിലുള്ള ലെയർ കാണാം. ഈ ലെയേഴ്സ്, ഈ വൈറ്റ് മാറ്റർ ഫോം ചെയ്തിരിക്കുന്നത് ആക്സോണിൽ നിന്നുള്ള ന്യൂറോൺസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് പറയാം, ഇതിനെല്ലാം എന്തുണ്ട്, കവറിങ്സ് ഉണ്ട്. ഈ തലച്ചോറിനായിക്കോട്ടെ എല്ലാത്തിനും കവറിങ്സ് ഉണ്ട്. ഈ കവറിങ്സ് നമ്മൾ വിളിക്കുന്നത് മെനിഞ്ചസ് എന്നാണ്. മെനിഞ്ചസ്, ഈ മെനിഞ്ചസ് 3 ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഔട്ടർ കവറിങ് ആയിട്ടുള്ള ഡ്യൂറാമേറ്റർ, മിഡിൽ കാണുന്ന അരക്നോയിഡ് മേറ്റർ ആൻഡ് ഉള്ളിൽ കാണുന്ന ഇന്നർ പയാമേറ്റർ. ബ്രെയിൻ്റെ കാര്യത്തിൽ ഈ ഡ്യൂറാമേറ്റർ എന്ന് പറയുന്നത് ഡബിൾ ലെയേർഡ് ആണ്. അത് ഔട്ടർ ലെയർ നമ്മൾ എൻഡോസ്റ്റീൽ ലെയർ എന്നും ഇന്നർ ലെയറിനെ മെനിഞ്ചിക്കൽ ലെയർ എന്നും വിളിക്കും. സ്പൈനൽ കോഡിന് ഈ ഒരു ഡബിൾ ലെയർ ഇല്ല കേട്ടോ. നോർമൽ ആയിട്ടുള്ള 3 ലെയേഴ്സ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഔട്ടർ ഡ്യൂറാമേറ്റർ, മിഡിൽ അരക്നോയിഡ്, ഇന്നർ പയാമേറ്റർ. ഈ ലെയേഴ്സിൻ്റെ ഒക്കെ ഇടയിലായിട്ടൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്താണ് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ സ്പൈനൽ കോഡിലേക്കാണ് വരാൻ പോകുന്നത്. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ മിഡിലോ ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു എക്സ്റ്റൻഷനിലാണ് സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പറയാം, സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെയും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ പാത്വേ ആണ് എന്ന് പറയാം. ഈ നെർവ്സിലൂടെ പല ഇൻഫർമേഷൻസും നമ്മുടെ പല ഓർഗൻസിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ള ഒരു പാലം അല്ലെങ്കിൽ ഒരു പാത്വേ എന്ന് പറയുന്നത് സ്പൈനൽ കോഡാണ്. അപ്പോൾ ഈ ഒരു സ്പൈനൽ കോഡ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനകത്ത് ആണ് ഈ സ്പൈനൽ കോഡ് കാണുന്നത്. അതായത് ഒരു പേനയ്ക്കകത്ത് റീഫിൽ ഇറക്കി വെച്ച പോലെ നല്ല സുരക്ഷിതമായിട്ട് ഇരിക്കുന്ന ഒരു ഭാഗമാണ് സ്പൈനൽ കോഡ്. ഇതിൻ്റെ ഷേപ്പ് നമ്മൾ പറയുവാണെങ്കിൽ കോൺ ഷേപ്പാണ്. ഇതിന് 31 സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 31 സെഗ്മെൻറ്റ്സ്. അതിൽ ഈ 31ൽ നമ്മൾ പല റീജിയൻസ് ഉണ്ട്. അതായത് സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സേക്രൽ ആൻഡ് കോക്കിക്സ്. സെർവിക്കൽ എന്ന് പറയുമ്പോൾ ഒരു 8 എണ്ണത്തോളം വരും. തൊറാസിക് ഒരു 12 എണ്ണം വരും. ലംബാർ 5, സേക്രൽ 5, കോക്കിക്സ് 1. ഇങ്ങനെ 31 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, മെനിഞ്ചസ് കൊണ്ട് കവേർഡ് ആണെന്ന് പറഞ്ഞു. വെർട്ടിബ്രൽ കോളം വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെന്താണ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ടൈമാണ് ഡോഴ്സൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട്. ഡോഴ്സൽ റൂട്ട് എന്ന് വെച്ചാൽ മെസ്സേജുകൾ അകത്തേക്ക് പോകുന്ന റൂട്ടാണ്. ഡോർ വഴി അകത്തേക്ക് കയറുന്നു എന്ന് പറഞ്ഞ പോലെ ഡോഴ്സൽ റൂട്ട്, അകത്തേക്ക് മെസ്സേജുകൾ പോകുന്ന വഴിയെ നമ്മൾ ഡോർസൽ റൂട്ട് എന്നും പുറത്തേക്ക് ഇൻഫർമേഷൻസ് പോകുന്ന വഴിയെ വെൻട്രൽ റൂട്ട് എന്നും വിളിക്കും. സ്പൈനൽ കോഡിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഉണ്ട്. സ്പൈനൽ കോഡിലാണെങ്കിൽ ഈ വൈറ്റ് മാറ്റർ കാണപ്പെടുന്നത് ഔട്ട് സൈഡാണ്. പുറത്ത് വെളുത്തിരിക്കും, അകത്ത് കറുത്തിരിക്കും, ഗ്രേ കളറിലിരിക്കും. അപ്പോൾ വൈറ്റ് മാറ്റർ കാണുന്നത് പുറത്തും ഗ്രേ മാറ്റർ ഇൻസൈഡും ആണ്. ഓക്കെ, നമ്മുടെ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഈ സ്പൈനൽ കോഡ് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി നമ്മൾ സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷനാണ് നോക്കാൻ പോകുന്നത്. ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ്റെ സെൻറ്ററായിട്ട് കണക്കാക്കുന്നു. റിഫ്ലെക്സ് ആക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് സഡൻലി നമ്മൾ ഒരു സ്റ്റിമുലസിനോട് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിമ്പിൾ റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ്. നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മെസ്സേജുകളൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ നടക്കുന്നത് നമുക്കറിയാം ന്യൂറോൺസ് വഴി. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ ബ്രെയിൻ സെൻഡ് ചെയ്തിട്ട്
ബ്രെയിനിൽ നിന്ന് പല പല ഓർഗൻസിലേക്കും ഗ്ലാൻസിലേക്കും ഒക്കെ മെസ്സേജുകൾ പോകുന്നത് ഈ സ്പൈനൽ കോഡ് വഴിയായിട്ടാണ്. അപ്പോൾ സ്പൈനൽ കോഡ് നമ്മുടെ റിഫ്ലെക്സ് സെൻ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൂടാതെ കുറേ അധികം ട്രാക്റ്റുകൾ നമ്മുടെ സ്പൈനൽ കോഡിനകത്തുണ്ട്. ട്രാക്റ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കുറേ നെർവുകളുടെ ഒരു കെട്ടിനെയാണ്, ഒരു ബണ്ടിൽ ഓഫ് നെർവ്സിനെയാണ് നമ്മൾ ട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ട്രാക്റ്റുകൾ പല ടൈപ്പ് ഓഫ് ട്രാക്റ്റുകളുണ്ട്. അതിലൊന്നാമത്തേതാണ് അസെൻഡിങ് ട്രാക്റ്റ്. അസെൻഡിങ് ട്രാക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രെയിനിലേക്ക് മെസ്സേജുകൾ, ഇമ്പൾസുകൾ കൊണ്ടുപോകുന്നവരെയാണ് നമ്മൾ അസെൻഡിങ് ട്രാക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഡിസെൻഡിങ് ട്രാക്റ്റ് എന്ന് വെച്ചാൽ ഈ തിരിച്ച ഈ മെസ്സേജുകൾ സ്പൈനൽ കോഡിലേക്കും പല പല മസിൽസിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നവരാണ് ഡിസെൻഡിങ് ട്രാക്റ്റുകൾ. പിന്നെയുള്ളത് സ്പൈനോതലാമിക് ട്രാക്റ്റ് ആണ്. അതായത് സ്പൈൻ ആൻഡ് തലാമസ് ഇവർ രണ്ടുപേരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രാക്റ്റാണ് സ്പൈനോതലാമിക് നെർവ്. ഇതിൽ അസെൻഡിങ് ട്രാക്റ്റുകളിൽ വരുന്ന വേറെ കുറേ ട്രാക്റ്റുകളുണ്ട്. ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്റ്റ് നമ്മുടെ പെയിൻ, ടെമ്പറേച്ചർ ആൻഡ് ടച്ച് സെൻസേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്റ്റ് ആണ്. അത് ക്രൂ ടച്ച് ആൻഡ് പ്രഷർ ഇതിനെ നോക്കുന്ന ട്രാക്റ്റുകളാണ് ഇവർ രണ്ടുപേരും. ക്രൂ ടച്ച് എന്ന് വെച്ചാൽ ഒന്നുമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടച്ചൊക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് എവിടെ നിന്നാണ് ഈ ഒരു വേദന വന്നത് അല്ലെങ്കിൽ ഒരു ടച്ച് വന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരം ടച്ചുകളെയാണ് നമ്മൾ ക്രൂ ടച്ച് എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് ട്രാക്റ്റ് ആണ് ഫെസിക്യൂൾ ഗ്രേസിലിസ് എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ടച്ച് ആൻഡ് കോൺഷ്യസ് കൈനസ്തേഷ്യ ആണ്. അതായത് ടച്ച് നമുക്കറിയാം, ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. കോൺഷ്യസ് കൈനസ്തേഷ്യ എന്ന് വെച്ചാൽ നമ്മളുടെ അറിവോടുകൂടി ചെയ്യുന്ന മൂവ്മെൻറ്റ്സ്. അതായത് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കുകയാണ് അല്ലേ, നമ്മൾ എങ്ങോട്ട് നടക്കണം, ഏത് കാലം ഉപയോഗിച്ച് നടക്കണം, ഏത് കാലം എവിടെ വെക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് എങ്ങോട്ട് വളയ്ക്കണം, ഏത് ഡയറക്ഷനിലേക്ക് പോകണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ അവയർനെസ്സോട് കൂടിയാണ്. അതിനെയാണ് നമ്മൾ കോൺഷ്യസ് കൈനസ്തേഷ്യ എന്ന് വിളിക്കുന്നത്. അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഫിസിക്കൽ ഗ്രേസിലിസ് ആണ്. പിന്നെയുള്ളത് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്പൈനോ സെറിബെല്ല ട്രാക്റ്റുകളാണ്. അത് നമ്മുടെ സബ് കോൺഷ്യസ് കൈനസ്തേഷ്യനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസെൻഡിങ് ട്രാക്റ്റുകളാണ്. ഡിസെൻഡിങ് ട്രാക്റ്റുകളിൽ വരുന്ന ഒന്നാമത്തെ ആളാണ് ലാറ്ററൽ ആൻഡ് ആൻറ്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റുകൾ. ഇവർ നോക്കുന്നത് വോളണ്ടറി മൂവ്മെൻറ്റ്സ്, മസിൽ കൺട്രാക്ഷൻ ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഒക്കെയാണ്. രണ്ടാമത്തേത് മീഡിയൽ റെറ്റിക്കുലോ സ്പൈനൽ ട്രാക്റ്റുകളാണ്. ഇവർ നോക്കുന്നത് ഇൻഹിബിറ്ററി ഇൻഫ്ലുവൻസ് ഓൺ മോട്ടോർ ഫംഗ്ഷനിങ് ആണ്. മൂന്നാമത്തേത് ലാറ്ററൽ റെറ്റിക്കുലോ സ്പൈനൽ ട്രാക്റ്റുകളാണ്. ഇതെന്ത് ചെയ്യുന്നു? ഫെസിലിറ്റേറ്ററി ഇൻഫ്ലുവൻസ് ഓൺ ദി മോട്ടോർ ന്യൂറോൺ ഗോയിങ് ടു സ്കെലറ്റൽ മസിൽസ്. സ്കെലറ്റൽ മസിൽസിലേക്ക് പോകുന്ന ന്യൂറോൺസിനൊക്കെ എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നത് ഇവരാണ്. ലാസ്റ്റ് വൺ റൂബ്രോ സ്പൈനൽ ട്രാക്റ്റുകളാണ്. അത് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ടൊരു പോസ്റ്ററൊക്കെ നമുക്ക് തരുന്നത് ഈ ട്രാക്റ്റുകളാണ്. ഈ സ്പൈനൽ കോഡിൽ റിഫ്ലെക്സ് ആർക്കുകളുണ്ട്. അതായത് ഈ റിഫ്ലെക്സിൻ്റെ മെസ്സേജ് പോകുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന എല്ലാ ഇൻകമിങ് ഇമ്പൾസുകളെയൊക്കെ എന്താക്കി മാറ്റും? മോട്ടോർ റെസ്പോൺസസ് ആക്കി മാറ്റും. അപ്പോൾ നമുക്ക് ഈ സ്പൈനൽ കോഡിനെ ഇൻ്റഗ്രേറ്റർ സെൻറ്റർ എന്നൊക്കെ വിളിക്കാം. നമ്മൾ ട്രാക്റ്റുകളെ കുറിച്ച് പഠിച്ചു. ഇത്രയാണ് സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷൻ. പിന്നെന്താണ് 3.4a ഫിഗർ ഉണ്ട്. ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ബ്രെയിനിലേക്ക് പോവുകയാണ്. ബ്രെയിൻ നമുക്കറിയാം അല്ലേ, ബ്രെയിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ബ്രെയിനിൻ്റെ ഈ പറഞ്ഞ പോലെ ഫിഗർ നമ്മൾ വരയ്ക്കാനായിട്ട് പഠിക്കണം കേട്ടോ. ബ്രെയിൻ നമുക്കറിയാലോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ടോപ്പിക് കാണുന്ന ആളാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് സ്കള്ള് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. കുറേ നമ്മുടെ ബോഡി പാർട്സുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. ബ്രെയിൻ സ്റ്റെം വഴി സ്പൈനൽ കോഡിലേക്ക് കണക്റ്റഡ് ആണ്. അതുവഴിയിട്ടാണ് മെസ്സേജുകളെല്ലാം പോകുന്നത്. ഇതൊക്കെ നമുക്കറിയാം. നമുക്കിനി ബ്രെയിനിന് കുറച്ച് പ്ലെയിൻസുകളുണ്ട്. അതായത് ബ്രെയിനിൻ്റെ പല പാർട്സ് ഉണ്ടല്ലോ, പല സെക്ഷനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആപ്പിൾ 4ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിഫറെൻറ്റ് പ്ലെയിൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഈ ബ്രെയിൻ ഒരു ഇമാജിനറി കട്ടിങ് വഴി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്ലെയിൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. അതിൽ അതായത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഡോക്ടേഴ്സ്, സർജൻസ് അവർ ആക്ച്വൽ കട്ടിങ് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിർച്വൽ സ്ലൈസിങ് നടത്തി നോക്കാം ഒരു ഇമേജിനെ.
അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പല സ്ലൈസുകൾ കിട്ടുന്നു. അതിലൊന്നാമത്തെ സ്ലൈസാണ് ആക്സിയൽ സ്ലൈസ്, അതായത് സ്ലൈസിങ് സൈഡ് വേസ് എക്രോസ് ദ ബ്രെയിൻ, സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് ആക്സിയൽ സ്ലൈസ്. അതായത് നമുക്ക് ഹൊറിസോണ്ടൽ സ്ലൈസ് എന്നും കൂടി വിളിക്കാറുണ്ട്. രണ്ടാമത്തെ കട്ടിംഗ് ആണ് സജിറ്റൽ സ്ലൈസ്, അതായത് വെർട്ടിക്കലി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് ദി ബ്രെയിൻ, അത് വെർട്ടിക്കലി നേരെ മുകളിൽ നിന്ന് താഴേക്ക് കട്ട് ചെയ്യുന്നത് സജിറ്റൽ സ്ലൈസ് ആണ്. കൊറോണൽ സ്ലൈസ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഫ്രം ഫ്രണ്ട് ഓഫ് ദ ബ്രെയിൻ ടു ദി ബാക്ക്, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കട്ട് ചെയ്യുന്ന രീതിയാണ് കൊറോണൽ സ്ലൈസ്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ടേംസ് ഡോഴ്സലാണ്, അതായത് ബ്രെയിനിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഡോഴ്സൽ എന്ന് വിളിക്കും, താഴ്ഭാഗത്തെ വെൻട്രൽ എന്ന് വിളിക്കും, ഫ്രണ്ട് ഭാഗത്തെ ആൻറ്റീരിയർ എന്ന് വിളിക്കും, താഴ്ഭാഗത്തെ പോസ്റ്റീരിയർ എന്ന് വിളിക്കും, മിഡിൽ പാർട്ടിനെ മീഡിയൽ എന്ന് വിളിക്കും, എഡ്ജസിനെ ലാറ്ററൽ എന്ന് വിളിക്കും. ഈ ടേംസ് ഒക്കെ നമ്മൾ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഇത്രയുമാണ് പ്ലെയിൻസ് നമ്മൾ പഠിക്കുന്നത്. ബ്രെയിനെ കുറിച്ച് വലിയ കൂടുതൽ പറയുവാണെങ്കിൽ നമുക്ക് അഡൾട്ട് ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഓർഗനാണ്. ഏകദേശം 1.5 കിലോ വെയിറ്റ് ഒക്കെ വരും. ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചറാണ് ഉള്ളത്. 18 വയസ്സ് വരെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി കീപ് ഗ്രോയിങ് ആണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് പ്രോപ്പർ ന്യൂട്രീഷനും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കുട്ടികളെ ആണെങ്കിലും നമ്മൾ പ്രവർത്തികൾ ചെയ്യിപ്പിക്കാമുള്ളൂ. കളിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്രായമാണ്. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ബ്രെയിൻ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രെയിനും ഈ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ആവരണം കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. സോഫ്റ്റ് ടിഷ്യൂ ലെയേഴ്സാണ് ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത്. തലച്ചോറിനെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഒരു ഷോക്കിൽ നിന്ന്, ഒരു ആഘാതത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മെനിഞ്ചസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ, ആദ്യം കാണുന്ന ലെയർ ഡ്യൂറാമേറ്റർ ആണ്, കുറച്ച് തിക്കായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ അരക്നോയിഡ്, ഒരു മെഷ് പോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പിന്നെ അതിന് താഴെയായിട്ട് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഫൈനൽ ലെയർ, ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ലെയറാണ് പയാമീറ്റർ, അത് ഏറ്റവും സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രെയിന് ചുറ്റും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇങ്ങനെ കവേർഡ് ആണ്, അത് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. 4 വെൻട്രിക്കിൾസ് ആണ് ബ്രെയിനുള്ളത്. 2 ലാർജ് വെൻട്രിക്കിൾസ് മിഡിലായിട്ട് കാണാം, ഒരെണ്ണം ഈ ഒരു ഹെമിസ്ഫിയറിലസിലായിട്ടും കാണാം, ലാറ്ററൽ വെൻട്രിക്കിൾസ്. അപ്പോൾ 4 എണ്ണം ഉണ്ട്. 2 ലാർജ് മിഡിലായിട്ടും ബാക്കി 2 എണ്ണം ലാറ്ററൽ വെൻട്രിക്കിൾസുമായിട്ടാണ് കാണുന്നത്. നമ്മൾ ബ്രെയിനിൻ്റെ ഡിവിഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഭാഗങ്ങളാണ്, അതിൻ്റെ പാർട്സാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ഫോർ ബ്രെയിൻ ആണ്. 3 ഡിവിഷൻസ് ആണുള്ളത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ, അങ്ങനെ 3 ഡിവിഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഫോർ ബ്രെയിൻ ആണ്. ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് 2 ഡിവിഷനാണുള്ളത്, ടെലിൻസെഫലോൺ ആൻഡ് ഡയൻസെഫലോൺ. ടെലിൻസെഫലോണിൽ വരുന്നത് സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ ആൻഡ് ലിംബിക് സിസ്റ്റം. ഏറ്റവും ലാർജസ്റ്റ് ഡിവിഷൻ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ഫോർ ബ്രെയിൻ ആണ്. ആദ്യത്തെ ടെലിൻസെഫലോൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെലിൻസെഫലോൺ അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിന് ഒരു 2 to 4 mm തിക്നെസ് ഉണ്ട്. സെറിബ്രത്തിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നു. നമ്മുടെ ബ്രെയിന് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഏറ്റവും ഔട്ടർ ഒബ്സർവബിൾ പാർട്ടാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. കുറേ അധികം മില്യൺസ് ഓഫ് ഡെൻഡ്രൈറ്റ്സ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇത് അൺമൈലിനേറ്റഡ് ആണെങ്കിൽ അതിന് ഗ്രേ കളറായിരിക്കും ഉണ്ടാവുക. മൈലിനേറ്റഡ് ആയതുകൊണ്ടാണ് അതിന് വൈറ്റ് കളേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ വൈറ്റ് കളർ വരാൻ കാരണം അവിടെ മൈലിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ആ കളർ ഇല്ലെങ്കിൽ, മൈലിൻ ഷീറ്റ് ഇല്ലെങ്കിൽ അവിടെ ഗ്രേ മാറ്റർ ആയിരിക്കും. ഇനി ബ്രെയിനകത്ത് നമുക്കറിയാം ഒരു ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കുഴിവുകളും ചുളിവുകളും ഒക്കെ ഉണ്ടായിരിക്കും. ഈ ബിഗ് ബൾജസ് നമ്മൾ വിളിക്കുന്നത് കൺവല്യൂഷൻസ് എന്നാണ്. ഈ ബൾജസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെ ഗ്രൂവ്സ് എന്ന് വിളിക്കും. ചെറിയ കുഴികളെ സൾക്കൈ എന്നും വലിയതിനെ ഫിഷേഴ്സ് എന്നും നമ്മൾ വിളിക്കും. ഇതിൻ്റെ ഫങ്ഷൻസ് പറയുവാണെങ്കിൽ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത് നമ്മുടെ സൊമാറ്റിക് സെൻസറി ഏരിയ ആണ്. പ്രീ സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത് സൊമാറ്റിക് മോട്ടോർ ഏരിയ ആണ്. ഡിഫറെൻറ്റ് ഏരിയ ഓഫ് കോർട്ടെക്സിന് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസറി ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യാനുള്ളത്. പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് നമ്മുടെ വിഷ്വൽ ഇൻഫർമേഷനെ മാപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് നമ്മുടെ ഓഡിറ്ററി ഇൻഫർമേഷനെ മാപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പല ഇൻഫർമേഷൻസിനെയും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു മീനിങ് ഫുൾ പെർസെപ്ഷൻ ആക്കി നമുക്ക് തരുന്നത് നമ്മുടെ തലച്ചോറാണ്. അപ്പോൾ കോർട്ടെക്സ് സെൻസറി ഇൻഫർമേഷനെ റിസീവ് ചെയ്ത് ഇൻഫർമേഷനൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് മോട്ടോർ റെസ്പോൺസ് ആയിട്ട് തിരിച്ചു വിടുന്നതാണ്. രണ്ടാമത്തേത് ബേസൽ ഗാംഗ്ലിയ ആണ്. ബേസൽ ഗാംഗ്ലിയ നമ്മുടെ കോർട്ടെക്സിൻ്റെ താഴെയായിട്ടാണ് കാണുന്നത്. ഇത് മേഡപ്പ് ഓഫ് വൈറ്റ് മാറ്റർ മോസ്റ്റ്ലി വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് എ നമ്പർ ഓഫ് ട്രാക്സ്.
അപ്പോൾ ഗ്രേ മാറ്റർ പ്രസൻറ്റ് ഡീപ്പ് ഇൻസൈഡ് ദ കോർട്ടെക്സ് അൺലൈക്ക് ദി വൈറ്റ് മാറ്റർ. ഇനി ബേസൽ ഗാംഗ്ലിയ ഉണ്ടാക്കിയിരിക്കുന്നത് കോഡേറ്റ് ന്യൂക്ലിയസ്, പ്യൂട്ടാമിൻ, ഗ്ലോബുലസ് പാലിഡസ് ആൻഡ് അമഗ്ഡലോയിഡ് ന്യൂക്ലിയസ്. ഈ കോഡേറ്റ് ന്യൂക്ലിയസിനും പ്യൂട്ടാമിനും ഒക്കെ ഒരു സ്ട്രൈപ്ഡ് അപ്പിയറൻസ് ആണ്, ഇങ്ങനെ വര പോലെ കാണാം. അതുകൊണ്ട് അവരെ നമ്മൾ സ്ട്രൈറ്റം എന്ന് വിളിക്കും. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് വോളണ്ടറി മോട്ടോർ ഫംഗ്ഷൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. കൈയനക്കുന്നതും കാലനക്കുന്നതും ചലിക്കുന്നതും ഒക്കെ വോളണ്ടറി മോട്ടോർ ഫംഗ്ഷൻസ് ആണ്. ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയും. നമുക്ക് നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ്. ഈ ഭാഗത്ത് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ, ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലമാണ് പാർഷ്യൽ പാരാലിസിസ് സംഭവിക്കാം, കണ്ണിന് കാഴ്ചയ്ക്ക് തകരാറ് സംഭവിക്കാം, പാർക്കിൻസൺ ഡിസീസ് സംഭവിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും വരാം. മൂന്നാമത്തേത് ടെലൻസെഫലോൺ അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റമാണ്. ലിംബിക്കിൻ്റെ അർത്ഥം റിങ് എന്നാണ്. അതായത് നമ്മുടെ കോർപ്പസ് കലോസും തലച്ചോറിനകത്ത് ഒരു നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെയും റൈറ്റ് ഹെമിസ്ഫിയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു കണക്ഷനുണ്ട്. അതിനെയാണ് കോർപ്പസ് കലോസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരെ ഈ ഒരു അതിന് ചുറ്റും ഒരു ബോർഡറായിട്ടാണ് ടെലൻസെഫലോൺ അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം കാണുന്നത്. ഇത് നമ്മൾ ഓൾഡ് ബ്രെയിൻ എന്നും കൂടി വിളിക്കാറുണ്ട്. കാരണം എന്താ, അത് കുറേ അധികം നമ്മുടെ ഇമോഷണൽ എക്സ്പീരിയൻസിനെയും എക്സ്പ്രഷനെയും ഒക്കെ മോട്ടിവേഷനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പല ഇമോഷൻസ് ഉണ്ട്. ഫിയർ, ആങ്കർ, സാഡ്നെസ്, ഫീഡിങ്, അതുപോലെ തന്നെ സെക്ഷൽ ബിഹേവിയർ, ഫൈറ്റിംഗ്, ഇതെല്ലാം എന്താണ് നമ്മുടെ ഇമോഷൻസ് ആണ്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇവരായതുകൊണ്ട് ഇവർ നമ്മൾ ഇമോഷണൽ ബ്രെയിൻ എന്നും കൂടി വിളിക്കാറുണ്ട്. നെക്സ്റ്റ് ഡയൻസെഫലോൺ ആണ് തലാമസ്. തലാമസ് നമുക്കറിയാം ഒരു ലാർജ് ഭാഗമാണ്, 2 ലോബ്ഡ് സ്ട്രക്ചറാണ്, ബ്രെയിൻ സ്റ്റെമിൻ്റെ മുകളിലായിട്ട് കാണുന്നതാണ്. ഫോർ ബ്രെയിൻ്റെ സെൻട്രൽ പാർട്ടാണ് ഈ ഒരു ഡയൻസെഫലോൺ എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയയുടെ പേരാണ് ജെനിക്കുലേറ്റ് ബോഡീസ്. ഈ തലാമസിനകത്ത് ഒരുപാട് ന്യൂറോൺസും അതുണ്ട്. ഈ ജെനിക്കുലേറ്റ് ബോഡീസാണ് ഈ ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഇൻഫർമേഷൻ്റെ പ്രോസസ്സിങ്ങിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം തലാമസ് ആണ് റെസ്പോൺസിബിൾ ഫോർ സെൻസേഷൻ ഓഫ് പെയിൻ, ടെമ്പറേച്ചർ ആൻഡ് ടച്ച് ആൻഡ് കോൺഷ്യസ്നെസ്. നെക്സ്റ്റ് ഡയൻസെഫലോൺ ആണ് ഹൈപ്പോ തലാമസ് വരും. ഹൈപ്പോ തലാമസ് എന്ന് വെച്ചാൽ ആൻറ്റീരിയർ തലാമസിൻ്റെ താഴെയായിട്ടാണ് കാണുന്നത്. ഒരു ബ്രെയിനിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്, ഒരു 7 ഗ്രാം വെയിറ്റ് ഒക്കെ ഉള്ളൂ. പക്ഷേ സൈസ് ചെറുതാണെങ്കിലും ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഇമ്പോർട്ടൻറ്റ് ന്യൂക്ലിയസ് ആണ് കാണുന്നത്. സൂപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയേ, പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയേ, മാമിലറി ബോഡീസ്. പിന്നെ 3 ഇമ്പോർട്ടൻറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. നമ്മുടെ സർവൈവലിനും എൻജോയ്മെൻ്റ് ഒരു ലൈഫിനും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. മാമിലറി ബോഡീസ് നമ്മുടെ ഓൾഫാക്ടറി സെൻസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇറ്റ് ഓൾസോ ഫങ്ഷൻ ആസ് എ പ്ലഷർ സെൻറ്റർ. അതായത് നമ്മുടെ പല ഡ്രൈവ്സ് ഉണ്ട് നമുക്ക് അല്ലേ, പല നീഡ്സ് ഉണ്ട്. ആ നീഡ്സിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈറ്റിംഗ്, ഹങ്കർ, സ്ലീപ്പ്, സെക്ഷൽ ബിഹേവിയർ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മാമിലറി ബോഡീസാണ്. ഹൈപ്പോതലാമസ് അതുപോലെ തന്നെ ഓട്ടോണോമിക് ആക്ടിവിറ്റീസിനെയും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു റിലേ സെൻറ്റർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്, റിലേ സെൻറ്റർ. നെക്സ്റ്റ് മിഡ് ബ്രെയിൻ ആണ്. മിഡ് ബ്രെയിൻ പേര് തന്നെ ഉണ്ടല്ലോ, മിഡിൽ പോർഷൻ ഓഫ് ദി ബ്രെയിനെയാണ് നമ്മൾ മിഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. വേറൊരു പേരാണ് മെസൻസെഫലോൺ. 2 പാർട്സ് ഉണ്ട്, ടെക്റ്റം ആൻഡ് ടെഗ്മെൻറ്റം. ഒന്നാമത് ടെക്റ്റം ആണ്. ടെക്റ്റം എന്താണെന്ന് നോക്കാം. ഏറ്റവും ടോപ്പ് പാർട്ടാണ് മിഡ് ബ്രെയിനിൻ്റെ ടോപ്പ് പാർട്ടിന് ടെക്റ്റം എന്ന് വിളിക്കും. 2 കോളിക്യുലേസ് ഉണ്ട് 2 സൈഡിലുമായിട്ട്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കോളിക്യുലസ്. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇൻഫീരിയറിൻ്റെ ഫംഗ്ഷൻ റിലേ ഓഡിറ്ററി ഇൻഫർമേഷൻ ആണ്. സുപ്പീരിയർ ആണെങ്കിൽ റിലേ വിഷ്വൽ മോട്ടോർ സിസ്റ്റം ആണ്. ഇനി ടെഗ്മെൻറ്റം ആണ്. ടെഗ്മെൻറ്റം എന്ന് പറയുന്നത് മിഡ് ബ്രെയിൻ്റെ മിഡിലായിട്ട് കാണും. റെറ്റിക്കുലാർ ഫോർമേഷൻ്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. പിന്നെ അതൊരു ന്യൂക്ലിയസ് ഉണ്ട്, 2 ന്യൂക്ലിയേ, സബ്സ്റ്റാൻഷ്യ നൈഗ്ര ആൻഡ് റെഡ് ന്യൂക്ലിയസ്. റെഡ് ന്യൂക്ലിയസ് നമ്മുടെ മോട്ടോർ ഫംഗ്ഷന് ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ആണ്. അത് ഡോപ്പമിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ കെമിക്കലിനെ ഉണ്ടാക്കുന്നതാണ്. ഡോപ്പമിൻ നമ്മുടെ പാർക്കിൻസൺ ഡിസീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡോപ്പമിൻ ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ഹൈൻ ബ്രെയിൻ ആണ്. ഹൈൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആണ്. അതിലൊന്നാമത്തേത് സെറിബെല്ലം ആണ്. സെറിബെല്ലം എന്ന് പറയുന്നത് 2nd ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആണ്. ലിറ്റിൽ ബ്രെയിൻ എന്ന് കൂടി വിളിക്കാറുണ്ട്. സ്കളിൻ്റെ ഏറ്റവും ബേസിലായിട്ട് കാണുന്നു, പോൺസിൻ്റെ പുറകിലായിട്ട് കാണുന്നു, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഉള്ളിൽ കാണുന്ന വൈറ്റ് മാറ്റർ മെയ്ഡ് ഓഫ് സെറിബെല്ലം ലുക്സ് ലൈക്ക് എ വെയിൻസ് ഓഫ് ലീഫ്. ഒരു ഇലയെടുത്ത് അതിൻ്റെ ആ ഒരു വെയിൻസ് പോലെയാണ് ഇരിക്കുന്നത്. ഒരുപാട് നമ്പർ ഓഫ് സൾക്കിയും ഗൈറസും ഒക്കെ നമുക്ക് കാണാം.
നമ്മുടെ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഈ ഭാഗത്ത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോമ വരാം, അറ്റാക്സിയ എന്ന് പറയുന്ന അവസ്ഥ വരാം, അങ്ങനെ പല പ്രോബ്ലംസിലേക്കും എത്തിപ്പെടാം. നെക്സ്റ്റ് പോൺസ് ആണ്. പോൺസ് എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ ആൻഡ് റെറ്റിക്കുലാർ ഫോർമേഷൻ അടങ്ങിയിട്ടുള്ളൊരു ഭാഗമാണ്. മിഡിലേറ്റ് തൊട്ട് മുകളിലായിട്ട് കാണുന്നു. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബ്രിഡ്ജാണ്, ഒരു പാലം പോലെ ആക്ട് ചെയ്യുന്നു. നമ്മുടെ ഡ്രീം സ്വപ്നം കാണാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പോൺസ് ആണ് കേട്ടോ. നെക്സ്റ്റ് മിഡിൽ ഒബ്ലോങ്കേറ്റ് ആണ്. മിഡിൽ ഒബ്ലോങ്കേറ്റ് എന്ന് പറയുന്നത് 1 ഇഞ്ച് സൈസ് നീളമുള്ളൊരു സംഭവമാണ്. നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ടോപ്പിലായിട്ട് കാണപ്പെടുന്നു, ബ്രെയിനിൻ്റെ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്നു. ഇതൊരു പ്രൊജക്ഷൻ ട്രാക്റ്റ് ഒരുപാടുണ്ട്. റെറ്റിക്കുലാർ ഫോർമേഷൻ ഉണ്ട്, വൈറ്റ് മാറ്റർ ഉണ്ട്. നമ്മുടെ നോൺ വൈറ്റൽ റിഫ്ലക്സസ് ആയിട്ടുള്ള കഫിങ്, വോമിറ്റിംഗ്, സ്നീസിങ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹെൽപ്പ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് മിഡിലാണ്. അതായത് നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഹാംഫുൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളതിനെ പുറത്തേക്ക് കളയാനായിട്ട് നമ്മൾ എടുക്കുന്ന ടെക്നിക്സാണ് ചുമ, തുമ്മൽ, വോമിറ്റിംഗ് ഒക്കെ. അപ്പോൾ അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മിഡിൽ ഒബ്ലോങ്കേറ്റ് ആണ്. ഇനി ലോബ്സ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. ലോബ്സ് പേജ് നമ്പർ 63. മെയിനായിട്ട് 5 ടൈപ്സ് ഓഫ് ലോബ്സ് ആണുള്ളത്. ഫ്രോണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, പെരിറ്റൽ ലോബ്, ഒസിപിറ്റൽ ലോബ് ആൻഡ് ഇൻസുല. അതിൽ ഒന്നാമത്തേത് ഫ്രോണ്ടൽ ലോബാണ്. ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ഫ്രണ്ട് ഓഫ് ദി ബ്രെയിനെയാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. ഇവിടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ട്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് സെൻസറി ഇൻഫർമേഷനെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. റോസ്ട്രൽ പാർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹയർ ഓർഡർ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നത് റോസ്ട്രൽ പാർട്ടാണ്. അപ്പോൾ 2 പാർട്ടുണ്ട്, പ്രീ ഫ്രോണ്ടലും റോസ്ട്രലും. നമ്മുടെ ഇമോഷൻസിനെയും മോട്ടർ ഫംഗ്ഷൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഫൈൻ മൂവ്മെൻറ്റ്സ്, നമുക്കൊരു ഫിംഗറൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഫൈൻ മൂവ്മെൻറ്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാംഗ്വേജ് ഫംഗ്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ് ലോബാണ് ടെമ്പറൽ ലോബ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഐദർ സൈഡിലായിട്ട് കാണപ്പെടുന്നു. ലാറ്ററൽ സൾക്കസ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഗൈറസ് ഉണ്ട്. ഈ ട്രാൻസ്വേഴ്സ് ഗൈറസ് ആണ് പ്രൈമറി ഓഡിറ്ററി ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ വിഷനെയും മൂവ്മെൻറ്റിനെയും ഫേഷ്യൽ റെക്കഗ്നിഷനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ടെമ്പറൽ ലോബാണ്. ഈ ഭാഗത്ത് നിന്ന് ഡാമേജ് സംഭവിച്ചാൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. നമ്മുടെ ഇമോഷൻസ്, മോട്ടിവേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വരുന്ന അവസ്ഥയാണ് ക്ലൂവർ ബ്യൂസി സിൻഡ്രം എന്ന് പറയുന്ന അവസ്ഥ. ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്നും കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടു എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് ഹലൂസിനേഷൻ. നെക്സ്റ്റ് പെരിറ്റൽ ലോബാണ്. പെരിറ്റൽ ലോബ് നമ്മുടെ ഹെമിസ്ഫിയേഴ്സിൻ്റെ ടോപ്പിലും ബാക്കിലുമായിട്ടാണ് കാണപ്പെടുന്നത്. പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രൈമറി സൊമാറ്റിക് സെൻസറി ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെൻസറി ഓഫ് ടച്ച് ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പെരിറ്റൽ ലോബാണ്. നെക്സ്റ്റ് ഓസിപിറ്റൽ ലോബാണ്. നമ്മുടെ എന്ത് പറയാം, ബാക്ക് ബോൺ ഓഫ് ഹെമിസ്ഫിയർ എന്ന് നമുക്ക് വിളിക്കാം ഓസിപിറ്റൽ ലോബിനെ. ഈ ഭാഗത്ത് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷന് പ്രോബ്ലം വരാം, വിഷ്വൽ ഹാലൂസിനേഷൻ പോലെയുള്ള അവസ്ഥയിലൊക്കെ വരാം. പിന്നെ കാണുന്നത് ഇൻസുലയാണ്. ഇൻസുല എന്ന് പറയുന്നത് ടെമ്പറൽ ലോബിൻ്റെ ഒക്കെ ഏറ്റവും അടിയിലായിട്ട് ഹിഡൻ ഫ്രം വ്യൂ ആണ്. നമുക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റാത്തൊരു സംഭവമാണ് ഇൻസുല. അപ്പോൾ നമ്മുടെ വിഷന് ഹെൽപ്ഫുള്ളാണ്. എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോർട്ടിക്കൽ ബ്ലൈൻഡ്നെസ് വരാം. ഒരുപാട് ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകാം. കോൺഷ്യസ്നെസ്സിനും ഇമോഷൻസിനും റെഗുലേഷൻ ഓഫ് ഹോമിയോസ്റ്റാസിസ്, അതുപോലെ തന്നെ സെൽഫ് അവെയർനെസ്, കമ്പാഷൻ, എംപതി ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ളത് ഈ ഇൻസുലയാണ്. ഇനി ബ്രെയിൻ പ്രോസസ് റിലേറ്റഡ് ടു കോൺഷ്യസ്നെസ് ആണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ പല പാർട്സുകളും ഒരുമിച്ച് വർക്ക് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് നമ്മളെക്കുറിച്ചൊരു അവെയർനെസ്സും നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നൊരു RAS സിസ്റ്റം ഉണ്ട്. ഇവരാണ് കോർട്ടെക്സിലേക്ക് ഇമ്പൾസുകൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ RAS നെറ്റ്വർക്കാണ് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഡിസോർഡേഴ്സ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാമത്തേത് ബ്രെയിൻ പ്രോസസ്സ്. പിന്നെ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് പറയാനുള്ള RAS മാത്രമാണ്. RAS എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്കാണ്. കുറേയധികം ന്യൂറോൺസ് അതിനകത്തുണ്ട്. നമ്മുടെ അറ്റൻഷനെയും സെൻസേഷനെയും ഒക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാക്കുന്ന സെറ്റ് ഓഫ് ന്യൂറോൺ നെറ്റ്വർക്കിനെയാണ് നമ്മൾ RAS എന്ന് പറയുന്നത്. ഇവർ പല മെസ്സേജുകളെയൊക്കെ സ്വീകരിച്ച് അതിന് തലാമസിലേക്കും കോർട്ടെക്സിലേക്കുമൊക്കെ വിടുന്നു. അപ്പോൾ ഈ RAS ഒരു എറോസിങ് സിസ്റ്റമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡി ഇങ്ങനെ എപ്പോഴും അലേർട്ടാക്കി വയ്ക്കും.
നമുക്കൊരു കോൺഷ്യസ്നെസ് കൂടി ഇരിക്കാൻ സാധിക്കുന്നത് ഈ RIS നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ 3 ഗ്ലോബൽ ബ്രെയിൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള എവേക്ക്, സ്ലീപ്പ്, ഡ്രീമിംഗ് എന്ന് പറയുന്ന 3 അവസ്ഥയെയും കൺട്രോൾ ചെയ്യുന്നത് RIS ആണ്, അതായത് ആക്റ്റീവ്, ഉറക്കം, സ്വപ്നം. ഓക്കെ, നെക്സ്റ്റ് ഡിസോർഡേഴ്സ് ആണ്. ഫസ്റ്റ് ഡിസോർഡർ അൽഷിമേഴ്സ് ഡിസീസ് ആണ്. അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ന്യൂറോണിന് ഡീജനറേഷനൊക്കെ സംഭവിച്ചിട്ട് മെമ്മറി, അറ്റൻഷൻ, മോട്ടോർ റെസ്പോൺസിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. നമ്മൾ ഈ ഒരു അവസ്ഥയെ നമ്മൾ ഡിമെൻഷ്യ എന്ന് വിളിക്കും. ഡിമെൻഷ്യയ്ക്ക് ഏറ്റവും വലിയൊരു കാരണം അൽഷിമേഴ്സ് ഡിസീസാണ്. അവരുടെ സിംറ്റം എന്തൊക്കെയായിരിക്കും? ഡിഫിക്കൽട്ടി ഇൻ മെമ്മറി, റിമെമ്പറിങ് നെയിംസ്, പീപ്പിൾ, പ്ലേസസ്, ഷോർട്ട് അറ്റൻഷൻ സ്പാൻ, ഇതൊക്കെയായിരിക്കും അവരുടെ സിംറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പാർക്കിൻസൺ ഡിസീസാണ്. മൂവ്മെൻറ്റ് ഡിസോർഡറാണ് പാർക്കിൻസൺ ഡിസീസ്. അതായത് കൈയും കാലുമൊക്കെ എപ്പോഴും സ്റ്റിഫായിട്ടിരിക്കും, അല്ലെങ്കിൽ സ്ലോ ആയിട്ടിരിക്കും, എപ്പോഴും ട്രെമേഴ്സ്, വിറയലായിരിക്കും, പോസ്ചർ പ്രോബ്ലം, ബാലൻസിങ് പ്രോബ്ലം, അതൊക്കെയാണ് പാർക്കിൻസൺ ഡിസീസിൻ്റെ സിംറ്റം. നെക്സ്റ്റ് സ്ട്രോക്കാണ്. സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും അല്ലേ. ബ്ലഡ് സപ്ലൈക്ക് എന്തെങ്കിലും ഇൻട്രപ്ഷൻ വരുമ്പോൾ വരുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അമ്നേഷ്യ വരാം, അതായത് മെമ്മറി ലോസ് സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. ആളുകളെയും പേരൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരാം. നെക്സ്റ്റ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വരുന്നൊരു തകരാറാണ്. പ്രോഗ്രസീവാണ്, പയ്യെ അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ന്യൂറോൺസിൻ്റെ മൈലിൻ ഷീത്തുകളെ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ച് കളയും. അപ്പോൾ മെസ്സേജുകളൊന്നും കൃത്യമായിട്ട് പോവില്ല. സിംറ്റം എന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്റ്റർബൻസസ്, മസ്കുലാർ വീക്ക്, ട്രെമേഴ്സ്, അറ്റാക്സിയ, ഫാറ്റിക്, ട്രബിൾ വാക്കിംഗ്, ഇതൊക്കെയാണ് സിംറ്റം. നെക്സ്റ്റ് സെറിബ്രൽ പാൾസിയാണ്. അത് കുട്ടികൾക്ക് വരുന്ന അവസ്ഥയാണ്. എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ കൊണ്ടോ ട്രോമ കൊണ്ടോ ഒക്കെ പ്രഗ്നൻസിയിലോ അല്ലെങ്കിൽ ബർത്തിന് സമയത്ത് വരുന്ന പ്രോബ്ലം കൊണ്ടുവരുന്ന അവസ്ഥയാണ് സെറിബ്രൽ പാൾസി. ഇതൊരു പെർമനൻറ്റ് ഡാമേജ് ആണ്, ക്യൂറൊന്നും ഇല്ല. നെക്സ്റ്റ് സേഷ്യൽ ഡിസോർഡേഴ്സ് ആണ്. അതായത് എപ്പിലെപ്സി, അപസ്മാരം പോലുള്ള അവസ്ഥകളെയാണ് ഈ കൂട്ടത്തിൽ പെടുത്തുന്നത്. അബ്നോർമൽ ബിഹേവിയർ ആയിരിക്കും, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ ആയിരിക്കും. നെക്സ്റ്റ് അമ്നേഷ്യയാണ്. മെമ്മറി ലോസിനെയാണ് നമ്മൾ അപ്നേഷ്യ എന്ന് വിളിക്കുന്നത്. ബാക്കി മെൻ്റൽ ഫങ്ഷൻസ് ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ മെമ്മറി എന്താവും, ലോസ് ആവും. ഇതിൻ്റെ കാരണം പറയുന്നത് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്ട്രോക്കോ ട്യൂമറോ എന്തെങ്കിലും മെഡിസിൻ്റെയോ ഒക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് സംഭവിക്കാം. ഇത്രയുമാണ് ഡിസോർഡേഴ്സ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 3 കവർ ആയിട്ടുണ്ട് കേട്ടോ.